ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. രാവിലെ തന്നെ കിച്ചുക്കുട്ടനെ എണീച്ച് ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ അമ്മയായിട്ടൊക്കെ അടി ഉണ്ടാക്കി ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് അപ്പോഴത്തേക്കും പിന്നെ അനിയത്തിക്ക് പോകണമായിരുന്നു. പിന്നെ അവൾക്ക് ടാറ്റ എല്ലാം കൊടുത്ത് അവളെയൊക്കെ യാത്രയാക്കിയിട്ട് കിച്ചുക്കുട്ടൻ വീട്ടിലെ മുല്ല പൂത്ത് കുറേ മുല്ലപ്പൂവൊക്കെ കിട്ടി. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അരിയും പൊടിപ്പിക്കാനുള്ള അരിയെല്ലാം കഴുകി. നല്ല വെയിലുണ്ട് രാവിലെ, അങ്ങനെ വെയിലത്ത് ഉണക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കിച്ചുകൂട്ടനാണെങ്കിൽ അപ്പവും ഉരുളക്കിഴങ്ങും കറിയും കൂടെ കൊടുക്കാൻ പോയായിരുന്നു. അങ്ങനെ അതായിരുന്നു അവൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും. അപ്പോൾ അമ്മയാണെങ്കിൽ കഴുകി അരിയാണെങ്കിൽ വെയിലത്തിട്ട് നല്ല ഉണക്കുന്നുണ്ട്, എന്ന് വെച്ചാൽ നമുക്ക് പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കിച്ചുക്കുട്ടനാണെങ്കിൽ സ്വിമ്മിംഗ് പൂളിലെല്ലാം കുളിച്ച് അങ്ങനെ രാവിലെ അമ്പലത്തിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പം കുറച്ച് നടന്നപ്പോഴത്തേക്കും പുള്ളിക്കാരനങ്ങ് എടുക്കണം. പിന്നെ അമ്മ എടുത്തുകൊണ്ട് പോയി. അങ്ങനെ ഞാനും അമ്മയും കൂടെ എടുത്ത് അമ്പലത്തിലെത്തിച്ചു. അങ്ങനെ അമ്പലത്തിൽ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അമ്പലം പുതുതായിട്ട് കെട്ടുന്നുണ്ട്. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് വന്ന്. അവിടെ പോയാലും കിച്ചുക്കുട്ടൻ്റെ ഒരു ഫ്ലാഗ് വേണം. പിന്നെ അപ്പം നമ്മൾ അമ്പലത്തിൽ പായസം ഉണ്ടായിരുന്നു. അങ്ങനെ പായസം കഴിപ്പിച്ചായിരുന്നു. പായസമൊക്കെ കഴിപ്പിച്ചിട്ട് പിന്നെ നമ്മൾ അംഗൻവാടി പോവാം. അങ്ങനെ അമ്പലത്തിൽ നിന്ന് വന്ന് കിച്ചുക്കുട്ടനെ അംഗൻവാടിയിലോട്ട് കൊണ്ടുപോകാം. അപ്പോഴും കിച്ചുക്കുട്ടൻ്റെ കയ്യിൽ ഒരു ഫ്ലാഗ് ഉണ്ട്. അങ്ങനെ അംഗൻവാടി ഇങ്ങനെ ഫ്ലാഗും പിടിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ പോയി അവിടെ കുറച്ച് നേരം ഇരുന്ന്, എന്ന് വെച്ചാൽ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പം നല്ല വെയിൽ. അങ്ങനെ പിന്നെ വണ്ടിയൊന്നുമില്ലായിരുന്നു, കാറേ ഉള്ളായിരുന്നു. പിന്നെ അങ്ങനെ കാറിൽ പോയി തിരിച്ച് വന്ന്. അപ്പം ആണെങ്കിൽ ഉച്ചയായപ്പോഴത്തേക്കും നല്ല ഉറക്കത്തിൻ്റെ നിർബന്ധം. ഉറക്കം വന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഭയങ്കരമായിട്ട് നിർബന്ധം പിടിക്കും. എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഉറക്കം വരുമ്പോൾ ഭയങ്കര നിർബന്ധം പിടിക്കും, അല്ലെങ്കിൽ പിന്നെ വിശക്കുമ്പോൾ. ഇതെന്തെങ്കിലും ആകുമ്പോഴത്തേക്കും നല്ല നിർബന്ധമാണ്. പിന്നെ ഫുഡെല്ലാം കൊടുത്ത് ആളെ പിടിച്ച് കിടത്തി ഉറക്കാനുള്ള പരിപാടിയായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ആൾ കിടന്നുറങ്ങി. ഉറങ്ങുമ്പോഴും കയ്യിൽ 2-3 ഫ്ലാഗൊക്കെ കാണും.